വരാൻ പോകുന്നത് ഒരു കൂട്ടം ചാവേറുകളാണ്. നിങ്ങൾ ഓർത്ത് വെച്ചേക്കാൻ ആ ഒരു ഇതിൽ ഇങ്ങനെ പഠിച്ച് പോയിട്ട് അവിടെ വീണ് പോയിട്ട് അവിടെ നിന്ന് ഒരു സൂര്യപ്രകാശം ഇങ്ങനെ കാണണം, ചാടി എഴുതി നോക്കുകയും നമ്മൾ വിചാരിച്ചു 40 വയസ്സായപ്പോഴത്തേക്കല്ലേ. 40 വയസ്സ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ യങ്ങാണ്. സാറിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രായപരിധി കൂട്ടിയതിൽ എന്താണ് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും അല്ലെങ്കിൽ എന്താണ് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എന്നൊന്ന് വിവരിക്കാമോ? ഏവർക്കും നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് ശ്യാം സാറാണ്, സഹകാരിയിൽ നിന്നും. ശ്യാം സാർ, വെൽക്കം ടു ദി ഷോ. മക്കളെ, നമ്മളിപ്പോൾ കുറേ ദിവസങ്ങൾ കൊണ്ട് പല ന്യൂസുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് PSCയുടെ പ്രായപരിധിയിൽ വന്നിട്ടുള്ള ചേഞ്ചസിനെ കുറിച്ച്. അപ്പോൾ ഈ ചേഞ്ചസ് എങ്ങനെയാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക്, ആസ്പിറൻസ് ഒരുപാട് പേർക്ക് പല ഡൗട്ട്സുകളുണ്ട് ഈ സമയത്ത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രായപരിധി മാറ്റം വന്നത്, അല്ലെങ്കിൽ ഈ ഒരു മാറ്റം വരുന്ന സമയത്ത് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത്, ഏതൊക്കെ തസ്തികകളിലേക്കാണ് അവർക്ക് പോകാൻ പറ്റുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളാണ് ഓരോ ദിവസങ്ങളും. ഇപ്പം സഹകാരിയിൽ നിന്ന് പഠിച്ചിട്ട് പോയ കുട്ടികളാണെങ്കിലും ശരി, അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നവർക്ക് ഇപ്പം പലർക്കും പല നോട്ടിഫിക്കേഷൻസിലും അപ്ലൈ ചെയ്യാൻ പറ്റാതെ പ്രായപരിധി ആയതുകൊണ്ട് തന്നെ നിർത്തിയിട്ട് പോയ കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ പലർക്കും, പല ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു നല്ല തുടക്കമാണോ ഇത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഇതിനൊരു ഡിഫറൻസ്, അതായത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് ഇപ്പോൾ പ്രായപരിധി കൂട്ടി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് അവസരം വരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ എങ്ങനെയാണ് ഇത് നമുക്ക് പ്രതിഫലിക്കുന്നത്, നമ്മുടെ സമൂഹത്തിൽ ഇത് പ്രതിഫലിക്കുന്നത് എന്നുള്ളത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. സാറിന്റെ അഭിപ്രായത്തിൽ ഈ ഒരു പ്രായപരിധി കൂട്ടിയതിൽ എന്താണ് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളും അല്ലെങ്കിൽ എന്താണ് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എന്നൊന്ന് വിവരിക്കാമോ? ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തെ നമുക്ക് എന്തായാലും സ്വാഗതം ചെയ്യണം. കാരണം ഉദ്യോഗാർത്ഥികളുടെ പെർസ്പെക്റ്റീവ് എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റൂ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് ഉറപ്പായിട്ട് സ്വാഗതം ചെയ്യേണ്ടുന്ന ഒരു തീരുമാനം തന്നെയാണ്. അറ്റ് ദ സെയിം ടൈം നമുക്ക് മറ്റു കുറച്ച് ആശങ്കകൾ ഉദ്യോഗാർത്ഥികൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബേസിക് ആസ്പെക്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഈ 2-3 ദിവസം വെയിറ്റ് ചെയ്തതിൻ്റെ കാരണവും കൂടെ എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിൻ്റെ ഉത്തരവ് ഇറങ്ങിയാണ്. അതെ. ഉത്തരവ് ഇറങ്ങിയതിനു ശേഷം മാത്രമേ PSC അന്തിമമായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെ. ഈ 2025 ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വലിയ ഒരു മാസമായിരുന്നു. കാരണം നമുക്ക് LD ടൈപ്പിസ്റ്റ്, അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റ്, അതുപോലെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡ്, അപ്പോൾ അങ്ങനെയുള്ള കുറേ പരീക്ഷകൾ വിളിച്ചൊരു മാസമാണ്. അപ്പോൾ ഈ ആക്ച്വലി ഇത് എന്ന് മുതലാണ് ഈ പറഞ്ഞ പോലെ പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ളൊരു ചോദ്യം കേട്ടു തുടങ്ങിയത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വളരെ തീർച്ചയായിട്ടും. 2013 നമുക്ക് എന്ത് സംഭവിക്കുന്നു, നമ്മുടെ പങ്കാളിത്ത പെൻഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവരികയാണ് അന്നത്തെ സർക്കാർ. ആ സമയത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കയറുന്ന ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് നമുക്കൊരു നിശ്ചിത എമൗണ്ട് പെൻഷൻ പദ്ധതിയിലേക്ക് അടയ്ക്കുകയും അതിന് തുല്യമായിട്ടുള്ളൊരു എമൗണ്ട് നമ്മുടെ സർക്കാർ ഇടുകയും അത്തരത്തിൽ ആ ഒരു ക്യുമുലേറ്റീവ് ഫണ്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ആണ് പെൻഷൻ കൊടുക്കുക എന്നൊരു പദ്ധതി വന്നു. അപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർക്ക് കിട്ടിയൊരു ആനുകൂല്യം എന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ വിരമിക്കൽ പ്രായം 60 വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. അതെ. അന്ന് 55 വയസ്സായിരുന്ന വിരമിക്കൽ പ്രായം 60 വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇതിനിടയിൽ 55 എന്ന് പറയുന്ന ഒരു വർഷത്തിനെ പിന്നെ ആ സമയത്ത് സർക്കാരിനെ 56 വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നിയമന നിരോധനമൊന്നും വരാതെ തന്നെ എന്ത് ചെയ്തു, അഡ്വാൻസ് ആയിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്തൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടാതെ സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി ഈ 60 വയസ്സ് ഇപ്പോൾ ആക്കിയോ എന്ന് വെച്ചാൽ ആക്കി എന്നുള്ളതാണ് എൻ്റെ ഉത്തരം. അതായത് ഇപ്പോൾ നിലവിലത്തെ 2013 തൊട്ട് സർവീസിൽ കയറുന്ന എല്ലാവരുടെയും വിരമിക്കൽ പ്രായം 60 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതലേ ഇനി കയറാൻ പോകുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള എൻട്രി ഇതുപോലെ ഒരു 5 വർഷം കൂട്ടി കൊടുക്കണം. 5 വർഷം, അന്ന് 55 നേരെ 60 ചെയ്തത്. അപ്പോൾ ഒരു 5 വർഷം കൂട്ടി കൊടുക്കണം എന്നൊരു ആവശ്യം അന്ന് പോലെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു നൈതികത വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ചോദ്യം നിലനിൽക്കണം. അന്ന് തൊട്ടേ ആ ചോദ്യം അവിടെ എക്സിസ്റ്റ് ചെയ്യുകയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ നിലവിലത്തെ എല്ലാവരുടെയും ചോദ്യം എന്താണ്, ഇതിന് മുന്നേ വന്ന നോട്ടിഫിക്കേഷൻ അത് നമ്മളെ എങ്ങനെ ബാധിക്കും, നമുക്കിനി എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്ന്. നിലവിൽ കിട്ടിയിരിക്കുന്ന വിവരം അനുസരിച്ച് നമുക്ക് മുൻകാല പ്രാബല്യം ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിലായിരിക്കും ഇത് ബാധകമാകുന്നതെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. ഇന്ന് നമ്മുടെ ഉത്തരവ് പുറത്തിറങ്ങുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്ലാരിറ്റി ഉണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇരിക്കാം. അതെ, ഡെഫിനറ്റ്ലി. നമ്മൾ മെയിനായിട്ട് ഇത് സാർ പറഞ്ഞതിൽ ഞാൻ ക്രോഡീകരിക്കുന്ന 2 വിഷയങ്ങൾ. ഒന്ന്,
ഡെഫിനറ്റ്ലി നമുക്ക് പ്രായപരിധി എന്ന് പറയുന്നത് നമ്മുടെ പെൻഷൻ വിരമിക്കൽ പ്രായപരിധി എന്ന് പറയുന്നത് 60 വയസ്സ് തന്നെയായിരിക്കും. അതിൽ ഇനി ഒരു വ്യത്യാസമില്ല. അപ്പൊ അത് പലരും ആശങ്കയായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. സോ അത് 60 തന്നെയാണ്. ഇനി മുൻപുണ്ടായിരുന്ന നോട്ടിഫിക്കേഷനിൽ ഏതിലെങ്കിലും ഇത് ബാധകമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ചോദ്യമുണ്ട് സാറേ. കാര്യം നമുക്കിപ്പം ഇപ്പോ 2013 മുന്നേ ജോലി കയറിയ ആൾക്കാരെ സംബന്ധിച്ച് ഇപ്പോഴും 56 പ്രായപരിധി. അപ്പൊ അവിടെ ഒരു വിരമിക്കൽ പ്രായപരിധി വർദ്ധിപ്പിക്കുമോ എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇവര് മുന്നേ കയറിയ ആളുകളാണ്. അപ്പം അവർ ഈ പുതിയ ഒരു മാറ്റത്തിന് ഭാഗമല്ല അവരൊരിക്കലും. അതെ. അപ്പൊ അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു മൂവ്മെന്റ് ഏതെങ്കിലും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ അവസരത്തിന് അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് ഇവിടെ സംഭവിക്കും. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് നിയമനങ്ങൾ കുറയാൻ സാധ്യതയുണ്ട്. നിയമനങ്ങൾ ആ ഒരു ടൈം ഫ്രെയിമിൽ കുറയും. കാരണം ഒരു വർഷത്തേക്ക് റിട്ടയർമെന്റ് ഉണ്ടാവില്ല. ഇല്ല. അപ്പോഴത്തേക്ക് ആ നിയമനം കുറയാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട്. അതെന്തായാലും ഉടനെ സംഭവിക്കില്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് ഇപ്പൊ കിട്ടുന്ന വിവരം കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ ഇപ്പൊ പേടിക്കേണ്ട. എന്തായാലും നമുക്കിപ്പോൾ ആൾറെഡി 2013 തൊട്ട് തന്നെ നമ്മുടെ വിരമിക്കൽ പ്രായം 60 എന്നുള്ള കൺസെപ്റ്റിലാണ് സർക്കാർ ഇതിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മളെ ദ്രോഹിക്കാനുള്ള, നമ്മൾക്ക് ദ്രോഹം വരാനുള്ള ഒരു നടപടി ഉണ്ടാവും തോന്നുന്നില്ല. ഇല്ല. ഓക്കെ. അപ്പം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇതിപ്പം എന്ന് തൊട്ട് പ്രാബല്യത്തിൽ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവര് അംഗീകരിച്ചിരിക്കുന്ന നിയമസഭ അംഗീകരിച്ചിരിക്കുന്ന 4 നിയമനങ്ങളാണ് ഇനി അങ്ങോട്ട് നമുക്ക് വരാൻ നോട്ടിഫിക്കേഷൻ. ഈ മാസം അതായത് കേരള PSC ഡിസിഷൻ എടുത്തത് ഫെബ്രുവരി മാർച്ച് തൊട്ട് അല്ലെങ്കിൽ മാർച്ച് തൊട്ടൊക്കെയാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്. അതെ. അപ്പോഴത്തേക്ക് ഇപ്പൊ തീരുമാനത്തേക്ക് വരുന്ന 4 നോട്ടിഫിക്കേഷൻ മാത്രമേ തീരുമാനം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് വളരെ കുറച്ച് ആപ്ലിക്കൻസ് ഒക്കെ മാത്രമുള്ള ചെറിയ നോട്ടിഫിക്കേഷൻസ് ആണ്. അപ്പോൾ അതിന്റെ ശരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് 28-ാം തീയതിയാണ്. അപ്പോൾ 28-ാം തീയതി നോട്ടിഫിക്കേഷൻ വരുമ്പോൾ അതിന് ഇതിന്റെ ഒരു പ്രാബല്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇന്ന് നമ്മുടെ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റെ ഉത്തരവ് ഇറങ്ങുന്നു. ഈ 28 എന്ന് പറയുന്ന തീയതി അങ്ങോട്ട് നീട്ടി വെക്കേണ്ടി വരും. അതെ, തീർച്ചയായിട്ടും. കാരണം വളരെ കുറച്ച് ആളുകളിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഇപ്പം മീഡിയാസിലും ചാനൽസിലും എല്ലാത്തിലും ഇതിപ്പം പലതരത്തിലുള്ള യൂട്യൂബ് ചാനലുകളും ഇപ്പം നമ്മളെ പോലെ തന്നെ ഈ ഒരു ടെക് പ്ലാറ്റ്ഫോമിലുള്ള പല ആളുകൾക്കും ഇത് അവെയർ ആണ്. ബട്ട് ഈവൻ ദോ ഇത് എല്ലാവരിലേക്കും എത്തണമെന്ന്. കാരണം 2023 ശേഷം അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ട് ഇല്ലേ? അപ്പം അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു അവസരമാണിത്. അപ്പൊ ഈ 2023 ഓക്കെ എന്റെ പ്രായപരിധി ആയി കഴിഞ്ഞു, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിർത്തിയ ആളുകളുടെ ഇടയിലേക്ക് ഒരു ന്യൂസ് എത്തണം തീർച്ചയായിട്ടും. അതിനുശേഷം ഒരുപക്ഷെ നമ്മുടെ നാട്ടിലെ ജോലി കളഞ്ഞിട്ട് വിദേശത്ത് പോയ ആളുകൾ ഉണ്ടായിരിക്കും ഒരുപാട് ഇല്ലേ? നമുക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം ഈ ഒരു ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ പലപ്പോഴും ഓരോ പരീക്ഷയും കഴിയുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ അറിയാമല്ലോ, ആ കുട്ടികൾ നമ്മളെ വിളിക്കും. അപ്പോൾ സാറേ എൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിരുന്നു, ഇനി എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ ഒരു കണ്ണ് നിറയുന്നത് അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും. സത്യം. അവരെ അത് നമുക്ക് ഫോണിൽ കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ആ ഒരു പാർട്ടിൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് അത്രയും പേർക്ക് അതായത് ശ്രദ്ധിക്കുക, നമ്മൾ 2023 ചാൻസ് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കാണ് ഈ വർഷം ചാൻസ് കിട്ടും. അപ്പോൾ 24 ചാൻസ് കഴിഞ്ഞ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം കൂടെ കിട്ടും. 25 ചാൻസ് കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ 28ാമത്തെ വർഷം വരെ കിട്ടും എന്നുള്ളതാണ്. 26 കഴിയായിരുന്ന ആൾക്കാർക്ക് ഒരു 4 വർഷം കൂടിയാണ് നമുക്ക് കിട്ടുക കേട്ടോ. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഇത്രയും വർഷം മാറി കിട്ടുമ്പോൾ സാർ ഈ ഒരു ഇത് നിലനിൽക്കുമ്പോൾ തന്നെ അതായത് പ്രായപരിധി കൂട്ടുകയാണ്. അപ്പം PSCയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പം ഇവരുടെ മനസ്സിലൊരു ചിന്ത വരില്ല. കാരണം ഇനിയിപ്പോൾ ഇതൊരു വലിയ കോമ്പറ്റീഷൻ ആവുമോ? ഒരുപാട് ആളുകൾ ഇതിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എന്താവും? ഞങ്ങൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ വലിയൊരു മത്സര പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന ആളുകളാണ്. അപ്പം ഇനി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇനി എന്തായിരിക്കും PSC എടുക്കുന്ന അടുത്തൊരു തീരുമാനം? ക്വസ്റ്റ്യൻസിലോ സിലബസുകളിലോ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതകളുണ്ടോ? ഇങ്ങനെയൊക്കെ 100 ചിന്തകളായിരിക്കും നമ്മുടെ കുട്ടികൾക്കുണ്ടാകും. അപ്പൊ അത് വേറൊരു സൈഡിൽ നിന്നുള്ളൊരു അതാണ് കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ചോദ്യങ്ങളോട് ഇരിക്കപ്പെടുത്തില്ലാത്തൊരവസ്ഥയാണ്. കാരണം സാറേ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഇത്രയും പേരുടെ അടുത്ത പരീക്ഷ വരില്ലേ? വരികയും ചെയ്യും. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ നിലവില് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളുടെ, അതായത് ലാസ്റ്റ് ഏജൊന്നും ആകാതെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്, വരാൻ പോകുന്നത് ഒരു കൂട്ടം ചാവേറുകളാണ്. നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്ക്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ അയ്യോ എനിക്ക് ഇനി ഇല്ല, ലാസ്റ്റ് ചാൻസ് ആണ്, ലാസ്റ്റ് ചാൻസ് മുന്നേ എനിക്ക് കയറിയേ പറ്റത്തുള്ളൂ, ആ ഒരു ഇതിൽ ഇങ്ങനെ പഠിച്ച് പോയിട്ട് അവിടെ വീണ് പോയിട്ട് അവിടെ നിന്ന് ഒരു സൂര്യപ്രകാശം ഇങ്ങനെ കാണണം, ചാടി എഴുന്നേൽക്കുകയും തീർച്ചയായിട്ടും ചാടി എഴുന്നേറ്റ്. അപ്പോഴത്തേക്ക് അവർ ചാവേറുകളാണ്. അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഭയപ്പെടണം.
അതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, അതിനോടൊപ്പം അല്ലെങ്കിൽ അവരോടൊപ്പം മത്സരിക്കാനുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകണം. എന്നാൽ നമുക്കത് ബാലൻസ് ചെയ്ത് പോകും. മത്സരം കൂടും, ഓഫ് കോഴ്സ് കൂടും. വരുന്ന പരീക്ഷകളിൽ ഇച്ചിരി മത്സരം കൂടുതലായിരിക്കും. ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് എന്തായാലും സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലാണ്. വളരെയധികം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള നടപടികളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, നമുക്കിപ്പോൾ അറിയാൻ കഴിയും. അതെ, സത്യം പറഞ്ഞാൽ സാർ ആ വാക്ക് ഉപയോഗിച്ചപ്പോൾ ചാവേറുകൾ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തീർച്ചയായിട്ടും എനിക്ക് ഓർമ്മ വന്നത് സഹകാരിയുടെ ലാസ്റ്റ് ഒരു സക്സസ് സ്റ്റോറി നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ഞാനും മനസ്സിലാക്കിയത് പുള്ളിക്കാരത്തിയുടെ ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, ലാസ്റ്റ് ചാൻസ്. അതിന് വേണ്ടിയിട്ട് അവര് സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം, എഫേർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കള്, അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ്, തേർഡ് അറ്റംപ്റ്റിലൊക്കെ ഇരിക്കുന്ന ഓരോ കുട്ടികളും നിങ്ങൾക്ക് ഒരുപാട് അറ്റംപ്റ്റുകൾ ഇനി ബാക്കി ഉണ്ടായിരിക്കും. പക്ഷേ അതൊന്നുമല്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും കൂടുതൽ എഫേർട്ട് ഇട്ട് ഓരോ അറ്റംപ്റ്റും നമ്മുടെ അവസാന അറ്റംപ്റ്റാണ് ചിന്തിക്കണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഗവൺമെന്റ് ജോലിയിലേക്ക് സ്ഥിരമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഇതുപോലെ തന്നെയാണ് സർ, ഇപ്പം നമ്മൾ മറ്റ് സ്റ്റേറ്റുകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും ഇപ്പം നമ്മുടെ അയൽ സ്റ്റേറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെയുള്ള മറ്റ് പല സ്റ്റേറ്റുകളിലും പ്രായപരിധി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പം നമ്മുടെ കേരളത്തിൽ ഈ ഒരു മാറ്റം സംഭവിച്ചപ്പോൾ അപ്പൊ അത് എങ്ങനെയൊക്കെയാണ് മറ്റ് സ്റ്റേറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയാണോ ഇതിങ്ങനെ ഒരു മാറ്റം വന്നിരിക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വിചാരിച്ചു 40 വയസ്സായപ്പോഴത്തേക്കല്ലേ, 40 വയസ്സ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ യങ് ആണ്. അപ്പൊ നമുക്ക് തെലങ്കാനയിൽ നോക്കാം. ഏറ്റവും കൂടുതൽ പ്രായപരിധി തെലങ്കാനയിലാണ് കേട്ടോ. 46 വയസ്സ് വരെയാണ്. ഓപ്പൺ കാറ്റഗറി മാത്രമേ ഞാൻ വായിക്കുന്നുള്ളൂ. അതുപോലെ ഗോവയിൽ 45 വയസ്സ് വരെ PSC പരീക്ഷ എഴുതാം, സർക്കാർ സർവീസിലേക്ക് കയറാം, GPSC. അതുപോലെ ഉത്തർപ്രദേശിൽ 40 വയസ്സ്, മധ്യപ്രദേശ് 40 വയസ്സ്, രാജസ്ഥാൻ 40 വയസ്സ്, ഒഡീഷ 42, ആന്ധ്രാപ്രദേശ് 42. അപ്പൊ ഇത്രയും സ്റ്റേറ്റുകളിൽ 40-40 മുകളിലുമാണ് പ്രായപരിധി എന്ന് പറയുന്നത്. അപ്പം കേരളത്തിൽ അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചതിൽ ഒട്ടും അതിശയോക്തി ഇല്ല എന്നുള്ളതാണ്. നമുക്ക് താഴെ ഒറ്റ ടീം മാത്രമേ ഉള്ളൂ, തമിഴ്നാട്. 34 വയസ്സ്. അപ്പോൾ അതിന് തൊട്ട് മുകളിലായിരുന്നു നമ്മൾ 36 വയസ്സ്. ബാക്കി അസം 38 വയസ്സ്, കർണാടക 38 വയസ്സ്. അപ്പൊ നമുക്ക് തൊട്ട് താഴെ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ 40 എന്നുള്ളത് കുറച്ചുകൂടെ ചിലപ്പോൾ പിന്നീട് കൂട്ടുമായിരിക്കും, ഭാവിയിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് മാത്രമല്ല, നമ്മുടെ ഏജിന്റെ ഒരു ഇൻഡെക്സ് ഇടയ്ക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നമുക്ക് ആ ഒരു യങ് ഏജ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ആൾക്കാർ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. പലപ്പോഴും ഈ കരിയർ നിന്നുപോയി, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് എൻ്റെ എന്നുള്ള സ്ഥലത്ത് നിന്നും പല ആളുകൾക്കും എനിക്ക് തോന്നുന്നു ഇതൊരു പ്രകാശവും കൂടിയായിരിക്കും തീർച്ചയായിട്ടും. അപ്പം പലപ്പോഴും ഇതിപ്പോൾ ഞാൻ ഒരുപാട് അറ്റംപ്റ്റ് ചെയ്ത് ഞാൻ നിർത്തി, അല്ലെങ്കിൽ പല റാങ്ക് ലിസ്റ്റുകളും പലപ്പോഴും വിളിക്കാതെ പോയിട്ട് അങ്ങനെ പോയിട്ടുള്ള ഉദ്യോഗാർത്ഥികളും ഉണ്ട്. അത് ഒരുപാട് കുട്ടികൾ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വന്നു, ആ റാങ്ക് ലിസ്റ്റിൽ ആ പേര് കണ്ട് നാളെ അഡ്വൈസ് വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന് അങ്ങനെ ഓവറേജ് ആയിപ്പോയ ആൾക്കാരുണ്ട്. ഡെഫിനറ്റ്ലി. അപ്പോൾ നമ്മൾ ഈ തിരുവനന്തപുരത്തുള്ള ആളുകളായതുകൊണ്ട് നമ്മളിത് സ്ഥിരം കാണുന്നതാണ്. നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും പല ആവശ്യത്തിന് വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്കും വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവർ അത്രയും പഠിച്ച് പക്ഷേ ഏജ് ഓവർ ആയി പോയതുകൊണ്ട് ഇനി അവർക്കൊരു അറ്റംപ്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ അത്രമാത്രം കഷ്ടപ്പെട്ടു. പക്ഷെ അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു തികച്ചും ഒരു പ്രകാശം തന്നെയാണ്, പുതിയൊരു ലൈഫ് എന്ന് തന്നെ വേണമെങ്കിൽ ഇത് പറയാം, അല്ലേ സാറേ? അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ എന്തായാലും പഠിച്ചു തുടങ്ങാൻ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ആകർഷകമായിട്ടുള്ള സാലറി സ്കെയിലാണ്, വർധനയാണ് വരാൻ പോകുന്നത്. കാരണം നമുക്ക് ഒരു പേ റിവിഷൻ പ്രഖ്യാപിക്കുന്നു. അതുപോലെ ഇപ്പോൾ നിലവിൽ 13% DA വെരി റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ കേരള സർക്കാർ അനുവദിച്ചു. അപ്പോൾ അത്തരത്തിൽ വളരെ ആകർഷകമായിട്ടുള്ളൊരു പേ സ്കെയിലോട്ടൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉത്തരവ് വരുന്നത് നമ്മളെല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കണം. ഉത്തരവ് വരുമ്പോൾ തന്നെ അതിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഇനി എന്തെങ്കിലും അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടന്റുമായി ബന്ധപ്പെടുത്തി വീഡിയോ ആവശ്യമാണെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്തുക കേട്ടോ. അതെ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക. ഞങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾ തരുന്നത് ഞങ്ങൾക്ക് അറിയാവുന്നുള്ളത് പോലെ, എന്നാൽ കൃത്യമായിട്ടുള്ള സോഴ്സിൽ നിന്ന് മാത്രമായിരിക്കും ഞങ്ങൾ ഉത്തരങ്ങൾ തരുന്നത്. അതിനോടൊപ്പം നിങ്ങൾക്ക് വേറെ എന്ത് കണ്ടന്റ് ആണ് ആവശ്യമുള്ളത് ആ കണ്ടന്റ് റിക്വസ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് ആണോ ഏതെങ്കിലും ടോപ്പിക്കാണോ അതെല്ലാം റിക്വസ്റ്റ് ചെയ്താൽ അതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. എന്തായാലും സഹകാരി കൂടെയുണ്ട്, ഒപ്പമുണ്ട്. നമ്മളെ ആദ്യത്തെ ഒപ്പിടുന്നവരെ നമ്മളൊപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ പുതു വെളിച്ചം പകർന്നു കിട്ടിയ ലക്ഷക്കണക്കിന് കൂട്ടുകാർക്ക് എല്ലാ പേർക്കും ഹൃദയത്തിൽ നിന്നും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.